വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പാലാ നിയോജകമണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു. ഏപ്രിൽ 9-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരള കോൺഗ്രസ് എം പൂർണ്ണ സജ്ജമാണെന്നും പ്രാഥമിക പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായെന്നും പാർട്ടിയുടെ മീഡിയ സെൽ കൺവീനർ ജെയ്സൺ മാന്തോട്ടം അറിയിച്ചു. പാലായിൽ പാർട്ടി സംഘടനാതലത്തിൽ നടത്തിയ ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ബൂത്ത് തല സമിതികളുടെ രൂപീകരണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഏകോപന യോഗങ്ങളും പ്രചാരണ പരിപാടികളും ഇതിനകം സംഘടിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രവർത്തനങ്ങൾ ക്രമബദ്ധമായി മുന്നോട്ടു കൊണ്ടുപോകുന്നുവെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. പാലായിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രചാരണം നടത്താനുള്ള പദ്ധതികളാണ് പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലെ ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണത്തിന് പ്രധാന ഊന്നൽ നൽകുന്നത്. ജനങ്ങൾ ചുമതലയേൽപ്പിച്ച ജനപ്രതിനിധിയുടെ നിഷ്ക്രിയത്വവും അലംഭാവവും കെടുകാര്യസ്ഥതയും മൂലം പാലാ മണ്ഡലത്തിന് വലിയ നഷ്ടം സംഭവിച്ചുവെന്ന വാദമാണ് പാർട്ടി മുന്നോട്ടുവെക്കുന്നത്. ഈ വിഷയങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിലൂടെ ജനാഭിപ്രായം ശക്തമായി മാറ്റാനാകുമെന്നാണ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ. വികസന പ്രവർത്തനങ്ങളിലുണ്ടായ മന്ദഗതിയും നിരവധി പദ്ധതികൾ മുന്നോട്ടു പോകാതിരുന്നതുമാണ് പ്രധാന വിമർശന വിഷയങ്ങളായി ഉയർത്തുന്നത്. പാലാ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവിധ പദ്ധതികളുടെ നടപ്പാക്കലും പ്രതീക്ഷിച്ചതുപോലെ മുന്നേറാത്തതായും പാർട്ടി ആരോപിക്കുന്നു. അതേസമയം മുൻ തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടി പരിഗണിച്ചാണ് പാർട്ടി ഇത്തവണ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പാലായിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വന്നതായി തെളിയിച്ചതായി പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും ഇടതുപക്ഷ മുന്നണി മുന്നേറ്റം നടത്തിയതായാണ് വിലയിരുത്തൽ. പാലാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ലീഡ് പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞുവെന്നതും പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മണ്ഡലത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ സമീപനത്തിൽ മാറ്റം വന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. പിന്നീട് നടന്ന ത്രിതല പഞ്ചായത്ത്, നഗരസഭാ തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും ഇടതുപക്ഷ മുന്നണി ലീഡ് നേടിയതായും പാർട്ടി പറയുന്നു. LDFന്റെ നേതൃത്വത്തിൽ പാലാ മണ്ഡലത്തിൽ വികസന സാധ്യതകൾ കൂടുതൽ ഉറപ്പാക്കാനാകുമെന്നാണ് പാർട്ടി പ്രചാരണത്തിൽ മുന്നോട്ടുവയ്ക്കുന്നത്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി വിവിധ മേഖലകളിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ചില പ്രത്യേകതകളുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനം വിജയിച്ച ഒരാളുടെ ചുമതലകൾ മറ്റൊരാൾ നിർവഹിച്ച അപൂർവമായ സാഹചര്യങ്ങൾ ഈ മണ്ഡലത്തിലുണ്ടായതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതുവഴി മണ്ഡലത്തിലെ ഭരണ നടപടികളിലും വികസന പദ്ധതികളിലും ആശയക്കുഴപ്പമുണ്ടായതായി പാർട്ടി വിലയിരുത്തുന്നു. അതേസമയം മുൻ തിരഞ്ഞെടുപ്പുകളിലുണ്ടായിരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളും പാർട്ടി വീണ്ടും ഉന്നയിക്കുന്നു. മുൻകാലങ്ങളിൽ നടന്നതായി ആരോപിക്കപ്പെട്ട വോട്ട് കച്ചവടം പോലുള്ള വിഷയങ്ങൾ ഇത്തവണ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയാണ് പാർട്ടി നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. വോട്ടർമാരുടെ ബോധവൽക്കരണം വർദ്ധിച്ചതിനാൽ ഇത്തരം പ്രവണതകൾക്ക് ഇടമുണ്ടാകില്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ. പാലാ മണ്ഡലം കേരളത്തിലെ രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. വിവിധ പാർട്ടികൾക്കും മുന്നണികൾക്കും ശക്തമായ സ്വാധീനമുള്ള പ്രദേശമായതിനാൽ ഓരോ തെരഞ്ഞെടുപ്പും സംസ്ഥാന തലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തവണയും പ്രധാന രാഷ്ട്രീയ മുന്നണികൾ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. UDFും മണ്ഡലത്തിൽ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യം നിലനിർത്തുന്ന മുന്നണിയാണ്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുന്നതിനൊപ്പം പാലായിൽ രാഷ്ട്രീയ മത്സരം ശക്തമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മൊത്തത്തിൽ ഏപ്രിൽ 9-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പാലാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ്. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാലായിലെ രാഷ്ട്രീയ അന്തരീക്ഷം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ പാർട്ടികളും മുന്നണികളും അവരുടെ പ്രചാരണ പരിപാടികൾ വ്യാപിപ്പിക്കുന്നതിനൊപ്പം മണ്ഡലത്തിലെ വികസനവും ഭരണ നടപടികളും പ്രധാന ചർച്ചാ വിഷയങ്ങളായി തുടരാനാണ് സാധ്യത.